സുല്ലാസ് ബാബു ഇവിടെ സുല്ലാസ് ബാബു ഈ സൈബർ ഗ്രൂപ്പുകൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചൊരു മാധ്യമപ്രവർത്തകൻ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ ഒരാൾ ഞാനായിരിക്കും. ഉല്ലാസ് ബാബു എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ ബി ജെ പിയിലും ഉണ്ടാവില്ലേ ഇപ്പോൾ അന്തം സംഘികൾ, അന്തം കമ്മികൾ, അന്തം കുങ്ങികൾ എന്ന് മറ്റു പാർട്ടിക്കാർ വിളിക്കുന്ന ഏതളവിൽ പോയും പാർട്ടിയെ പ്രതിരോധിക്കുന്ന ഒരു ഗ്രൂപ്പ് സൈബർ മേഖലയിലുണ്ട് എന്ന് പറഞ്ഞാൽ അവർ എന്താണ് അവരവരുടെ പാർട്ടികൾക്ക് നേരെ വിമർശനം ഉണ്ടാകുമ്പോൾ അവർ ചിലപ്പോൾ വ്യക്തിഹത്യ ചെയ്യും, തേജോധം ചെയ്യും, അച്ഛനെ വിളിക്കും. അത് അവരുടെ നിലവാരം. അതല്ലാതെ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലവാരത്തിൽ ഡേറ്റ വെച്ച് നമ്മൾ പറഞ്ഞ് ചെറുക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാകും. ഈ ഗ്രൂപ്പുകളുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മളോടുള്ള ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായ വിരോധമല്ല സുല്ലാസ് ബാബു, അവർ വിശ്വസിക്കുന്ന പാർട്ടിയെ ഏതളവിലും പോയി പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഗ്രൂപ്പിനെ ഒന്നാകെ ഇവർ ഞങ്ങളിൽപ്പെട്ടവരല്ല എന്ന് തള്ളിപ്പറയുന്നത് കൊണ്ട് ഇതിന് പരിഹാരമാകുമോ, അതോ ആത്യന്തികമായി ഈ ആദ്യ സ്ക്രീൻഷോട്ട് ഇട്ട അയാൾക്ക് കിട്ടിയത് എവിടെയാണ് എന്ന് പിടിച്ചു നിർത്തി റിബേഷ് രാമകൃഷ്ണനോട് പാർട്ടി ചോദിക്കണ്ടേ, റിബേഷെ നിനക്കിതെവിടെ നിന്ന് കിട്ടി? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, ഏത് രാഷ്ട്രീയ സംഘടനയാണ് എങ്കിലും ആ ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്നൊരു വ്യക്തി ഇതുപോലെയുള്ളൊരു കൊടുംപാതകം ചെയ്യുന്ന സമയത്ത് ആ രാഷ്ട്രീയ പാർട്ടി ആ വ്യക്തിയെ അംഗീകരിക്കുകയല്ല വേണ്ടത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ചെയ്യാവുന്നുള്ളൂ. പക്ഷേ സി പി എമ്മിനെ ചെയ്യാൻ സാധിക്കില്ല ശ്രീ ഹാഷ്മി. അവിടെയാണ് നമ്മൾ അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത്. എന്താണ് കൃത്യമായിട്ട് വടകരയിൽ സംഭവിച്ചത്? വടകര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ വടകരയിൽ ഈ ജാതീയതയും ഈ മതത്തെ തമ്മിലുള്ള സ്പ്ലിറ്റാക്കാനുള്ള പൊളിറ്റിക്സും ഉണ്ട്. അന്ന് ഇവർക്ക് ഷാഫി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നല്ലായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നത്. ആ സമയത്ത് ഇവർ എന്ത് ചെയ്തു? മുസ്ലിം വിഭാഗത്തിൻ്റെ കൺസോളിഡേറ്റഡ് വോട്ട് കിട്ടുന്നതിന് വേണ്ടി നൈറ്റ് മാർച്ച് നടത്തി നോക്കി, അവർ CIA വിഷയം കത്തിച്ചു നോക്കി, അവരവിടെ ഹമാസ് വിഷയം കത്തിച്ചു നോക്കി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുന്നതും ഷാഫി അവിടേക്ക് വരുന്നതും. അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? അങ്ങനെയാണ് ഈ ഹിന്ദു കൺസോളിഡേറ്റഡ് വോട്ട് കിട്ടണം. ആ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വക സൂത്രപ്പണികൾ ചെയ്തു. 10-75 വർഷക്കാലമായിട്ട് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഓരോ സമയത്തെ ചരിത്രവും എടുത്തു നോക്കിയാൽ ശ്രീ ഹാഷ്മിക്ക് വളരെ എന്നേക്കാൾ കൂടുതൽ അറിയാൻ സാധിക്കും. അങ്ങ് ഒന്നും കൂടി കൂടുതൽ പഠിക്കുന്ന ആളാണ്, അങ്ങേക്കും അറിയാൻ പറ്റും. പണ്ട് ഇവർ ഇഴവൻ, നായർ, ദളിതൻ, വിശ്വകർമ്മൻ എന്നുള്ള രീതിയിലൊക്കെ തിരിച്ച് ജാതീയമായിട്ടായിരുന്നു ഹിന്ദു വിഭാഗത്തെ തിരിച്ചിരുന്നത്. ജാതീയമായി തിരിച്ച് അതിൻ്റെ മാക്സിമം ഊറ്റിക്കുടിക്കലായിരുന്നു ഇവരുടെ പരിപാടി. അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ അതിൻ്റെ ഷിഫ്റ്റ് വന്നു. മതപരമായിട്ട് ഇവർ വേർതിരിക്കാൻ നോക്കി. ജാതിയില്ലാത്ത സമൂഹം, മതമില്ലാത്ത സമൂഹം, വർണ്ണമില്ലാത്ത സമൂഹം, വർഗ്ഗമില്ലാത്ത സമൂഹം, ദാരിദ്ര്യമില്ലാത്ത സമൂഹം, ഇതാണല്ലോ ഇവർ സ്വപ്നം കാണുന്നത്. മതേതരത്വം, മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ഒരു സ്ഥലത്ത് പറയുമ്പോൾ തന്നെ ഇതിനെ സ്പ്ലിറ്റാക്കിക്കൊണ്ട്, ഇതിനെ മാക്സിമം ഇതിൻ്റെ വൈകാരികത ഊതി വീർപ്പിച്ചുകൊണ്ട് അതിലൂടെ രാഷ്ട്രീയ ലാഭം എന്ന് പറയുന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വിശാലമായ ചോറ് പ്ലേറ്റിലിട്ടിട്ട് ഇവർ കഴിക്കും. എന്നിട്ട് ഭംഗിയായിട്ട് അതിനകത്താണ് ഛർദ്ദിക്കും. എന്നിട്ട് അതും കൂട്ടി വെച്ചിട്ട് ഇരുന്ന് മൂങ്ങുക. ഇതിനകത്ത് പ്രകാശ് മാഷ് ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി പാളി. ആ പാളിയ സമയത്ത് ഇന്നലെയൊക്കെ അവർ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വന്നിരുന്നില്ല, ഇന്ന് ചർച്ചയ്ക്ക് വരുന്നു. ഈ മേമുണ്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് വടകര. അവിടെ എന്താ ഉണ്ടായത്? ശ്രീകൃഷ്ണ ജയന്തിയുടെ പോസ്റ്റർ എടുത്ത് വലിച്ചു തൂര് കളഞ്ഞു. എന്നിട്ടൊരു പള്ളിയിൽ കൊണ്ടിട്ടു. എന്താ ഫസൽ വധക്കേസിലുണ്ടായത്? കർച്ചീഫും RSS എഴുതി കൊണ്ടിട്ടു. എന്താ നാദാപുരത്തുണ്ടായത്? തലശ്ശേരിയിലുണ്ടായത്? ഇതൊക്കെ ഇതിന്റെ പുറകിൽ ഇവരൊക്കെ സൂത്രധാരന്മാരായിട്ട് പ്രവർത്തിക്കും. എന്നിട്ട് ഭംഗിയായിട്ട് അത് അങ്ങോട്ട് ഷിഫ്റ്റ് കൊടുക്കും. അവരെ തമ്മിൽ കുപ്പി സുബീഷ് കിടക്കുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ലെങ്കിൽ കൂടിയും പറയുന്നത് പോലെ ഒരു കുപ്പി സുബീഷ് എന്ന കഥാപാത്രം കിടക്കുന്നുണ്ട് കേട്ടോ. ഹാഷ്മി, ഞാൻ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ചർച്ച വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഒരു സംശയവും വേണ്ട. ഈ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട പോസ്റ്റർ പള്ളിയിൽ കൊണ്ടിട്ടു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട കേസിൽ ഹാഷ്മി എത്ര ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് അതിനകത്ത്. അതിൻ്റെ പുറകിൽ വെട്ടിയിട്ട് ആ ഇന്നോവയുടെ പുറകിൽ മാഷ അള്ള എന്ന് പറയപ്പെടുന്ന ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് അതിനെ അങ്ങോട്ട് തിരിപ്പിച്ച് കൊണ്ടുപോകാൻ നിർത്തിയത് അത് ചെറിയ ബുദ്ധിയായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് മതപരമായിട്ടുള്ള സാധനത്തിനെ കുത്തി കൃത്യമായിട്ട് കൊണ്ട് ഇഞ്ചക്ട് ചെയ്ത് ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ് മത തീവ്രവാദത്തെ കൃത്യമായിട്ട്. എന്നിട്ട് അത് ഭംഗിയായിട്ട് മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെ മേലേക്ക് ഇടുന്നു. അത് ഭംഗിയായിട്ട് ന്യായീകരിക്കുന്നു. KK ലതിക ന്യായീകരിക്കാനിട്ട പോസ്റ്റ് ഒന്നല്ല. കേരളം എങ്ങോട്ട് പോകുന്നു എന്ന ദുഃഖത്തിലാണ് KK ലതിക അത് പോസ്റ്റ് ചെയ്തെന്നാണോ നിങ്ങൾ കരുതുന്നത്? അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കൊക്കെ അറിയാം KK ലതിക അത് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത്. KK ലതികയെ പോലെയുള്ള കൃത്യമായിട്ട് കേരള സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരാൾ ഒരു പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് അച്ഛനുള്ള പോസ്റ്റാണോ അതിന് ആദനുള്ള പോസ്റ്റാണോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കില്ലേ? കാണാ ഗുണയായിട്ട് അങ്ങ് ഷെയർ ചെയ്തിട്ട് കളയാൻ പറ്റുമോ? അപ്പോൾ അവർക്കതൊക്കെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഇത് കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. എന്തിനാ ഭാസ്കര മാഷ് കേസ് കൊടുത്തത്? ആ കേസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന MSFന്റെ പ്രവർത്തകരാണത് ചെയ്തത് എന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ് തീരുമാനമാക്കാൻ ഇവർക്ക് സാധിച്ചല്ലോ. ഇവർക്ക് കേസ് കൊടുക്കാൻ സാധിച്ചല്ലോ. പോലീസിനെ കൊണ്ട് ഇമ്മീഡിയറ്റ് അവർക്ക് കേസെടുപ്പിക്കാൻ സാധിച്ചല്ലോ. ഇതൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവർ അധികാരത്തിലിരിക്കുമ്പോൾ, ആഭ്യന്തര വകുപ്പ് അവരുടെ കയ്യിലിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു മെറ്റയുടെ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്.
ഇതിന് മെറ്റയുടെ റിപ്പോർട്ടൊന്നും വേണ്ട പ്രകാശം മാഷെ. നിങ്ങളുടെ പ്രതിസന്ധി നമുക്ക് മനസ്സിലാകും. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറ സമൂഹത്തിനോട്, ഞങ്ങളുടെ പിള്ളേർക്ക് തെറ്റുപറ്റി. കാലങ്ങളായി ഞങ്ങൾ നടത്തിയിരുന്ന കൃഷി, ആ കൃഷി ജനങ്ങൾ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ചതിൽ ഞങ്ങൾക്കൊരു മിസ്സിംഗ് പറ്റി. ഭാവിയിലെ ദിവസങ്ങളിൽ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വികസനത്തെ ചൊല്ലി ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാം, ഈ വക പരിപാടികളൊന്നും ഞങ്ങൾ കുറയ്ക്കാം എന്നൊന്ന് പറയപ്പോൾ അത് പറയാനുള്ള മാനസികാവസ്ഥ നിങ്ങൾ പറഞ്ഞാൽ 10 ഇരട്ടി ആളുകൾ നിങ്ങൾക്ക് അംഗീകാരം തരുള്ളൂ. അല്ലാതെ ഇതിനെ ന്യായീകരിച്ച് ഇത് ചീഞ്ഞളിഞ്ഞ് നാറുക എന്നല്ലാതെ യാതൊരുവിധ തരത്തിലും നിങ്ങൾക്ക് ന്യായീകരിച്ചാൽ ജനം അംഗീകരിക്കില്ല. മാധ്യമത്തിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ സാധിക്കും, കാരണം തിരിച്ചാരും പറയുന്നില്ലല്ലോ. പക്ഷെ സമൂഹത്തിനിടയ്ക്ക് പ്രകാശം മാഷ് പറയുന്നത് ഒരു കുഞ്ഞു കുട്ടി പോലും വിശ്വസിക്കില്ല. കാരണം നിങ്ങളുടെ ഭാഗത്ത് കൃത്യമായി തെറ്റുണ്ട്. നിങ്ങളിത് കാലാകാലമായി നടത്തിപ്പോരുകയായിരുന്നു. ശബരിമല കത്തിച്ചാലാണ് ഇപ്പുറത്ത് വോട്ട് കിട്ടുകയാണെങ്കിൽ ശബരിമല കത്തിക്കും, ഭഗവതിയെ കത്തിച്ചാലാണ് കിട്ടുകയാണെങ്കിൽ അത് കത്തിക്കും, തിരുമേനിനെ കുറിച്ച് പറഞ്ഞാലാണ് കയ്യടി കിട്ടുകയാണെങ്കിൽ അത് കത്തിക്കും, ഇനി മുസ്ലിം വിഭാഗത്തിന് ദോഷമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പുറത്ത് ഓട്ടം കിട്ടണമെങ്കിൽ ആ പരിപാടി കാണിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിച്ച് രക്തമൂറ്റി കുടിച്ച് മതി വന്നെങ്കിൽ ഒരു സമൂഹം വളർന്നു വരുന്ന യുവതലമുറ തമ്മി തല്ലാതെ നോക്കുന്നേ. നിങ്ങളുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഒപ്പിച്ചു വെച്ച് നിങ്ങൾക്ക് പോയാൽ മതി. ഇതിന് ശേഷം വരുന്ന ചെറിയ കുട്ടികളില്ലേ, അവരൊക്കെ ജാതി മതം വർഗം വർണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ ഭംഗിയായിട്ട് പ്രസംഗിച്ച് കിടക്കല്ലേ, മനുഷ്യനാകണം ഈ വക തേമ്മാടിത്തരങ്ങൾ മുഴുവൻ ഒരു നാണവുമില്ലാതെ ചെയ്തു വെച്ചിട്ട് മനുഷ്യനാകണം എന്ന് പറഞ്ഞിട്ട് പഠിക്കുമ്പോൾ കപട രാഷ്ട്രീയത്തിന്റെ ആൾമുഖങ്ങളായിട്ട് നിങ്ങളുടെ രാഷ്ട്രീയ ഏറ്റവും കൂടുതൽ ഈ സമൂഹം തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഹാഷ്മി എനിക്ക് പറയാനുള്ളത്.